സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മല്ലിക യൂനിസ് എഴുതിയ നോവൽ മഴവില്ലിനപ്പുറം. നിനക്ക് നല്ലൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇവിടെ ഇക്ക പറയുന്നു. ഒപ്പം സുമ്മയുടെ മുഴങ്ങുന്ന ചിരിയും. ഡയറക്ടറേറ്റിൽ പോയി മടങ്ങുന്ന വഴി ബസ്സിലായിരുന്നു താൻ. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. അതാണ് സുമ്മയുടെ വിളി വന്നതും. ഓഫീസ് സമയങ്ങളിൽ തന്നെ വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ ജയ? സുമ്മയോ ഓർമ്മിപ്പിച്ചു. എന്തു പറയാൻ? കൗൺസിലിംഗ് കൊണ്ടൊന്നും എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാറാൻ പോകുന്നില്ല. അത് ശരിയാണ്. എന്നാലും നിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാൾ എവിടെയോ ഉണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. തേടി കണ്ടുപിടിക്കേണ്ടത് നമ്മളാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യാത്രക്കാരുടെ നടുവിലായിരുന്നത് കൊണ്ട് കൂടുതൽ പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്താനും കഴിയുന്നില്ല. പ്രായം കടന്നു പോവുകയാണ്. അമ്മയുടെ കാലം കൂടി കഴിയുമ്പോൾ നിനക്ക് ആരുമില്ലാതാകും. അറിയാം. പിന്നെന്തിനിങ്ങനെ കടുത്ത തീരുമാനമെടുക്കുന്നു? എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ കുഴങ്ങി. വെറുതെ ന്യായവാദങ്ങൾ നിരത്തി സുമ്മയുടെ സമയവും കാശും കളയാൻ തുനിഞ്ഞില്ല. നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒന്നും ക്ലിയർ ആകുന്നില്ല. താൻ യാത്രയിലാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ശരി, നീ നല്ലവണ്ണം ആലോചിക്കൂ. ഫോണിൻ്റെ ബന്ധമറ്റു. അവൾ വന്നു പോയതിനു ശേഷം പലവട്ടം വിളിച്ചിരുന്നു. എപ്പോഴും ഒരേയൊരു ആവശ്യമേ ഉള്ളൂ. താൻ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഒരാൺതുറ കൂടിയേ കഴിയൂ. എന്നേ തനിക്ക് അതാവാമായിരുന്നു. എല്ലാം എരിഞ്ഞടങ്ങിക്കഴിഞ്ഞ് അമ്മയെയും മനോരോഗിയാക്കി കഴിഞ്ഞ് രാജഗോപാൽ വീണ്ടും തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതാണ്. മാധവൻ മാമ വഴി ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞാണ് അയാൾ അമ്മയെ വശത്താക്കിയത്. പുറങ്കാൽ കൊണ്ട് ഒരു കുടുംബത്തെ മുഴുവനും ചവിട്ടിയരച്ചതിന് ശേഷം എങ്ങനെ തന്നെ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നു? മാപ്പർഹിക്കുന്ന ക്രൂരതയല്ല അയാളും അമ്മയും തന്നോട് കാണിച്ചത്. മുറ്റത്തുയർന്നുകൊണ്ടിരുന്ന കല്യാണ പന്തലിൽ നിന്ന് ആ സ്ത്രീ നാട്ടുകാർ കേൾക്കെ ആക്രോശിച്ചത് ഇന്നും മറക്കാനാകുന്നില്ല. ഒരു കൂട്ടം പണിക്കാരുണ്ടായിരുന്നു ചുറ്റും. അവരുടെ മുമ്പിൽ വെച്ചാണ് ഇടനെഞ്ചിൽ കൈയമർത്തി അച്ഛൻ തളർന്നു വീണതും. ആരുടെയും കുറ്റമല്ലെന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. സുമയെ കാരണമാണ് ആ പഴിയൊക്കെ കേൾക്കേണ്ടി വന്നതെന്ന് ഒരോർമ്മത്തെറ്റായി മാത്രമേ ഇന്ന് തോന്നുന്നുള്ളൂ. എല്ലാം തൻ്റെ ജന്മശാപങ്ങളാണ്. താൻ കാരണമാണ് വിശ്വേട്ടൻ മരിച്ചതെന്നുകൂടി ഇപ്പോൾ തോന്നിപ്പോകുന്നു. തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ മരണം അയാളെ പിന്തുടർന്നു. സ്വയം അറിയാതെ നിറഞ്ഞു വന്ന കണ്ണുകൾ പുറം കൈകൊണ്ട് ഒപ്പിയെടുത്തു. ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് കരയരുതെന്ന് നിശ്ചയിച്ചുറപ്പിച്ചതാണ്. വീണ്ടും പുറത്തേക്ക് കണ്ണയച്ചിരുന്നു. പകൽ വെളിച്ചം മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. താൻ വീട്ടിലെത്തുമ്പോഴേക്കും ഇരുൾ വീണിരിക്കും. വകുപ്പ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ യോഗം ഇത്രയും നീണ്ടുപോകുമെന്ന് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പെർമിറ്റ്, ലേഔട്ട്, രജിസ്റ്റർ എന്നിവ ഓരോ മാസവും സെക്രട്ടറിമാർ, ടൗൺ പ്ലാനിംഗ് ഓഫീസർമാർ എന്നിവർ പരിശോധിച്ച് കാലതാമസം ഒഴിവാക്കാനുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകുകയും നടപടികളിൽ ഇടപെടുകയും വേണമെന്നായിരുന്നു കോൺഫറൻസിൻ്റെ കാതൽ. ചട്ടമനുസരിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കി നൽകാനുള്ള പെർമിറ്റുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് കൃത്യമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കണം. വ്യാപകമായ പരാതിയെ തുടർന്നാണ് പുതിയ നടപടിയെന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറി പലതവണ എടുത്തു പറഞ്ഞു. അഴിമതിയുണ്ടെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും കൈക്കൂലിയുമെല്ലാം കാലതാമസത്തിന് ഇടയാക്കുന്നു. പക്ഷേ ആരോട് പറയാൻ? താനോ എഞ്ചിനീയറോ വിചാരിച്ചാൽ ഒന്നും നേരെയാകാൻ പോകുന്നില്ല. പ്യൂൺ മുതൽ അടിമുടി മാറിയേ പറ്റൂ. എല്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെയും സ്ഥിതിയും ഒന്ന് തന്നെ. ഫോൺ വീണ്ടും ശബ്ദിച്ചു. ആകാംക്ഷയോടെ എടുത്തു നോക്കി വരദേട്ടൻ. അങ്ങനെ വിളിക്കാറുള്ളതല്ല. സുമയെ ഒഴിച്ചാൽ ആകെ 2 പേർക്കേ മൊബൈൽ ഫോണിൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളൂ. വരദേട്ടനും ജമീല സാറിനും. ഉള്ളൻ തുടിക്കുന്നതറിഞ്ഞു. വീട്ടിൽ എന്ത് സംഭവിച്ചാലും ആദ്യം അറിയുന്നത് വരദേട്ടനാവും. എന്തിനു വേണ്ടി അടിയന്തരമായി വിളിപ്പിച്ചത്? ഫോൺ അറ്റൻഡ് ചെയ്തയുടനെ ചോദ്യമുണ്ടായി. പുതിയ നിർദ്ദേശങ്ങളുടെ ഒരു ഏകദേശ രൂപം പറഞ്ഞുകൊടുത്തു. നല്ല കാര്യം തന്നെ. നീ എപ്പോഴെത്തും? 1/2 മണിക്കൂറിനകം. പ്രത്യേകിച്ച് എന്തെങ്കിലും? നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട് ചെയ്യാ. ഇനിയിപ്പോൾ രാവിലെ ആകട്ടെ. ആ സ്വരത്തിൽ അക്ഷമ കുടികൊള്ളുന്നതറിഞ്ഞു. എന്താണ് ഏട്ടാ? ഇന്ന് ഉദയൻ വന്നിരുന്നു എന്നെ കാണാൻ. ഏട്ടനോ? എന്നെത്തി? ഉള്ളിൽ ഉദ്യോഗമുണർന്നു. ഇന്നലെയാണെന്ന് തോന്നുന്നു നീ തിരുവനന്തപുരത്ത് പോയ കാര്യം ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്.
എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം മറുപടി ഉണ്ടായി. രാവിലെ പറയാം. കൂടുതലൊന്നും ചോദിക്കാൻ ഇട നൽകാതെ ഏട്ടൻ ഫോൺ കട്ട് ചെയ്തു. എന്തോ തക്കതായ കാര്യമുണ്ട്. ഇല്ലെങ്കിൽ വരദേട്ടനെ കാണേണ്ട കാര്യം ഏട്ടൻ ഉണ്ടാവില്ല. ഗൾഫിൽ നിന്ന് വരുമ്പോഴൊന്നും വരദേട്ടനെ ഇതുവരെ കണ്ടിട്ടുള്ളതുമല്ല. ജാനു അമ്മയായിരുന്നു കൂടുതൽ വിശദീകരണം തന്നത്. ഉദയൻ കുഞ്ഞും ഭാര്യയും മുരളിയും വിജിയും കൂടാതെ 3 പേർ കൂടി ഉണ്ടായിരുന്നു. വന്ന പാടെ എല്ലാവരും പറമ്പൊക്കെ നടന്നു നോക്കി. സ്ഥലം വാങ്ങാൻ വന്നവരാണെന്ന വിജിക്കുഞ്ഞു പറഞ്ഞത്. ഹൃദയമിടിപ്പിന്റെ വേഗത ഏറുന്നതറിഞ്ഞു. ദാ ഇത് കണ്ടോ? ജാനു അമ്മ ഒരു പാക്കറ്റ് അമ്മയുടെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ടുവന്നു. പതിവായി അമ്മയ്ക്ക് കൊണ്ടുവരുന്ന സെറ്റിനും മുണ്ടിനും പുറമെ വിലപിടിപ്പുള്ള സാരിയും. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത ഒരു സമ്മാനം. ഇതുവരെ ഏട്ടനൊരു ബ്ലൗസിന്റെ തുണി പോലും വാങ്ങിത്തന്ന ഓർമ്മയില്ല. എനിക്കൊരു 100 രൂപ തന്നു നിർമ്മല കൊച്ച്. ജാനു അമ്മയുടെ മുഖം ആ രൂപ കൊണ്ട് തെളിഞ്ഞിട്ടില്ലെന്ന് തോന്നി. ഗൾഫിൽ നിന്നും വന്നവരിൽ നിന്നും അവർ കൂടുതൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നിർമ്മലയെടുത്തി 100 രൂപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലിയതെന്തോ നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മനസ്സ് പറയുന്നു. കൂടെ വന്ന 3 പേരിൽ ഒരാൾ ഉദയൻ കുഞ്ഞിന്റെ അളിയന. ജാനു അമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. മനോഹരൻ. കണ്ടിട്ട് വർഷങ്ങളാകുന്നു. സ്വന്തം സഹോദരന്റെ പേര് പറഞ്ഞ് രാജിയെ കുറേ മോഹിപ്പിച്ചതാണ് നിർമ്മലയെടുത്തി. വലിയ സൽക്കാരമൊക്കെയായിരുന്നു. വിപിനെ കൊണ്ട് ആദ്യം കായ്ച്ച കൈത്തെങ്ങീന്ന് തന്നെ ഇളനീരടത്തലും കുടിക്കലുമൊക്കെ. വിജിയും നിക്കിയല്ലേ അവരുടെ താളത്തിനൊത്ത്. എനിക്ക് ആകെ കലി വന്ന് കയറിയിട്ട് കണ്ണ് കണ്ടുകൂടാതായി. ജാനു അമ്മ പറയുകയാണ് വീണ്ടും. ഒന്നും കേൾക്കുന്നതായി നടിച്ചില്ല. മുരളിയെ വിളിക്കണോ വേണ്ടയോ എന്ന ചിന്തയായി പിന്നീട്. ഒടുവിൽ വേണ്ടെന്ന് വെച്ചു. തൻ്റെ സെൽ നമ്പർ മുരളി അറിയണ്ട. കഷ്ടകാലത്തിന് വിജിയുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ അത് മതി ഒരു കുടുംബ കലഹത്തിന്. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ജീവിതത്തിൽ ഓർക്കാപ്പുറത്ത് എന്തോ സംഭവിക്കാൻ പോകുന്നു. ഉറക്കച്ചടവുമായാണ് കിടക്ക വിട്ടെഴുന്നേറ്റത്. വരദേട്ടൻ രാവിലെ തന്നെ എത്തി. ഈ വീടും സ്ഥലവും വിൽക്കണം. ഉദയന്റെ ആവശ്യം അതാണ്. മുഖവുരിയൊന്നുമില്ലാതെ ഏട്ടൻ കാര്യം പറഞ്ഞു. അപ്പോ ഞാനും അമ്മയും. നിനക്ക് കണിമംഗല ഇഷ്ടദാനം തന്നിരിക്കുകയല്ലേ മാധവേട്ടൻ, അവിടേക്ക് മാറണം. വരദേട്ടാ ഓർക്കാതെ വിളിച്ചു. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? അവരെല്ലാവരും കൂടി തീരുമാനമെടുത്തതിന് ശേഷമാ എൻ്റെ അടുക്കൽ വന്നത്. അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ്. വിറ്റുകളയുക എന്ന് വെച്ചാൽ നിനക്കല്ലേ ആ സെന്റിമെന്റ്സ് ഉള്ളൂ, നിന്റെ കൂടപ്പിറപ്പുകൾക്കില്ലല്ലോ. ഈശ്വര, സ്വയം അറിയാതെ വിളിച്ചുപോയി. വാങ്ങാൻ വിലക്കാരുണ്ട്, അവരുമായിട്ടാണ് വന്നതും. ആ മനോഹരനാണ് ഇതിനു പിന്നിൽ. ടൗണിലെങ്ങാണ്ടോ അവൻ്റെ സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് വരുന്നുണ്ട് പോലും. അവർക്ക് ഏരിയ കൂടുതലുള്ള സ്ഥലത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. നിശബ്ദം കേട്ട് നിൽക്കുമ്പോൾ വരദേട്ടൻ തുടർന്നു. ഉദയേട്ടൻ്റെ വരവും ധൃതിയും കണ്ടാൽ പെങ്ങന്മാരോടുള്ള കടമ നിറവേറ്റാനായി ഓടിപ്പിടഞ്ഞെത്തിയതാണെന്ന് തോന്നും. ഒട്ടൊരു പരിഹാസം ആ സ്വരത്തിലുണ്ടായിരുന്നോ? മുരളിയും വിജിയും എന്തു പറയുന്നു? അതറിയാനായിരുന്നു തിടുക്കം. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ലക്ഷങ്ങളുടെ കണക്കല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൈ നിറയെ പൈസ കിട്ടിയാൽ ആർക്കും കഴിക്കുകയൊന്നുമില്ലല്ലോ. മാറിപ്പോകാൻ എനിക്ക് വിഷമമൊന്നുമില്ല. ഉദയേട്ടൻ ഇതെടുത്തിട്ട് ഞങ്ങൾക്കുള്ള അവകാശം തരട്ടെ. തറവാട് കൈമറിഞ്ഞു പോകില്ലല്ലോ. അവൻ അതിനൊന്നും തയ്യാറല്ല. ബുദ്ധിയൊക്കെ അവളുടേതാ, നിന്റെ ഏട്ടത്തിയുടേത്. ചിലപ്പോൾ ഇന്ന് ടോക്കൺ അഡ്വാൻസ് വാങ്ങി എഗ്രിമെൻ്റ് എഴുതിയേക്കും. സ്തബ്ധയായി നിന്നുപോയി. ഏതായാലും ഇന്ന് ഉദയൻ നിന്നെ കാണാൻ വരാതിരിക്കില്ല. ഒരു മുന്നറിയിപ്പ് തന്നേയുള്ളൂ. ഞാൻ എന്താ വേണ്ടതെന്ന് ഏട്ടനൊന്ന് പറയ്. ഉദയൻ എടുത്തിട്ട് നിങ്ങൾക്കുള്ളത് തന്നാൽ മതിയെന്ന് പറഞ്ഞു നോക്ക്. അച്ഛൻ്റെ സ്വത്തായതുകൊണ്ട് തുല്യ അവകാശമല്ലേ എല്ലാവർക്കും. ഞാൻ പറയാം. ജാനുവമ്മ കൊണ്ടുവന്ന ചായ വാങ്ങി കുടിച്ചിട്ട് അമ്മയുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് വരദേട്ടൻ പോയി. തികച്ചും യാന്ത്രികമായി പിന്നീട് തൻ്റെ ചലനങ്ങൾ. ഉദയേട്ടൻ താൻ പറയുന്നിടത്ത് നിൽക്കില്ലെന്നറിയാം. തീരുമാനങ്ങൾ എടുക്കുന്നത് എപ്പോഴും ഏട്ടത്തിയാണ്. കുഞ്ഞേ, ഉദയൻ ഇതെടുത്തിട്ട് നിങ്ങൾക്ക് അവകാശം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാനു അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ? രണ്ടും കൽപ്പിച്ച വരവ്. വീട് പൊളിച്ചു കളയുമ്പോൾ അകസമ്മാനങ്ങൾ പങ്കുവെക്കുന്നതുവരെ ആ ശകുനി വിജിയുമായി സംസാരിക്കുന്നത് കേട്ടു. അച്ഛൻ്റെ മുറി തുറന്ന് തട്ടിയും മുട്ടിയും ഒക്കെ നോക്കുന്നത് കണ്ടു. ആ കട്ടിലും മുഖം നോക്കുന്ന കണ്ണാടിയുള്ള മേശയും ഒക്കെ ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞിൻ്റെ ഏട്ടത്തി. ഏറ്റവും വിലപിടിപ്പുള്ളവയാണ് എല്ലാം. ആരോടാ പറഞ്ഞത്? വിജിയോടും മുരളിയോടും.
അവരിപ്പോൾ അമ്പിളിമാമനെ വരെ പിടിച്ചു കൊടുക്കാൻ തയ്യാറാ. കൊടുക്കാമെന്ന് വിജി സമ്മതിച്ചോ? ഉവ്, അതാ എനിക്ക് അതിശയം. മൂത്ത കുഞ്ഞിനോട് ഒരു വാക്കുപോലും പറയാതെ ജാനു അമ്മയ്ക്ക് അരിശം സഹിക്കാനായില്ല. തൻ്റെ ഉള്ളിലും കാലുഷ്യം കുമിഞ്ഞുകൊടുന്നതറിഞ്ഞു. കട്ടിലും ഡ്രസ്സിംഗ് ടേബിളും ഒന്നും തനിക്ക് വേണ്ട. അതിനേക്കാൾ ഈടുള്ളത് കണിമംഗലത്ത് കിടപ്പുണ്ട്. പക്ഷേ വിജി, അവൾ എന്തു ഭാവിച്ചിട്ടാണ്? പിന്നെ അലമാരയുടെ മുകളിലിരിക്കുന്ന താക്കോലെടുത്ത് മേശവലിപ്പ് തുറന്ന് പ്രമാണവും വിജിക്കുഞ്ഞ് നോക്കിയെടുത്തു കൊടുത്തു. കേൾക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജപ്തി നോട്ടീസ് കൈപ്പറ്റാതെ തൻ്റെ കഴുത്തിലെ മാല വരെ ഊരി പണയം വെച്ച് വീണ്ടെടുത്ത പ്രമാണമാണ്. വിജിക്ക് തന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നു. ജയക്കുഞ്ഞ് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞതാ. എന്നെ നോക്കിയ ആ നോട്ടം ജയക്കുഞ്ഞിന് മാത്രമല്ല എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാ ഈ വീടും സ്ഥലവും എന്ന് പറയാൻ ആ ശകുനിയും. കാഴ്ചയും കേൾവിയും ഒക്കെ തന്നിൽ നിന്ന് അകന്നു പോവുകയാണെന്ന് തോന്നി. തികച്ചും യാന്ത്രികമായിരുന്നു തൻ്റെ ചലനങ്ങൾ. ഓഫീസിലിരിക്കുമ്പോൾ ഉദയേട്ടൻ്റെ വരവ് അണിനിമിഷം പ്രതീക്ഷിച്ചു. ഇതിനിടയിൽ ഉച്ചയോടടുപ്പിച്ച് മെറീന കയറി വന്നു. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയതിൻ്റെ നന്ദി ആ മുഖത്ത് പ്രകാശം പരത്തി. സാറ് വിചാരിച്ചതുകൊണ്ടാണ് ഇത് നടന്നത്. വരണ്ട ഒരു ചിരിയിൽ താൻ മറുപടി ഒതുക്കി. മെറീനയുടെ വാർഡ് മെമ്പറെ താൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരുടെ കാര്യമായ ഇടപെടലിലൂടെയാണ് വീട്ടുടമസ്ഥരുടെ സമ്മതപത്രം കിട്ടിയത്. ആ നമ്പറിൽ തന്നെ ചേർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ താൻ തന്നെ മുൻകൈയെടുത്തു. ഗൾഫിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടോ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ റേഷൻ കാർഡ് വേണം. അപ്പോൾ കുട്ടി? അവനെ പള്ളിയോട് ചേർന്ന ഓർഫണേജിൽ നിർത്താമെന്ന് ഫാദർ ഏറ്റിട്ടുണ്ട്. അവനും അത് സമ്മതമാണോ? അവർ ഒരു നിമിഷം മൗനം പൂണ്ടു. അല്ലാതെ നിവൃത്തിയില്ല സർ. ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവരുണ്ട്. പത്രവാർത്തയൊക്കെ കാണാറില്ലേ? പറയുന്ന ജോലിയല്ല അവിടെ ചെന്ന് ചെയ്യേണ്ടി വരിക. അറിയാം, ഇതങ്ങനെയൊന്നുമല്ല സർ. ബന്ധത്തിലുള്ള ഒരു കസിൻ്റെ തയ്യൽ കടയിലേക്കാ. അത് ശരി. എന്തായാലും നന്മകൾ നേരുന്നു. മുൻവശത്ത് എടുത്തു വച്ചിരുന്ന ഡയറിയിൽ ജോയ്ക്ക് കൊടുക്കാൻ കരുതി വച്ചിരുന്ന തുക എടുത്ത് മറീനയുടെ നേരെ നീട്ടി. ജോ വരുമെന്ന് കരുതി ഇതവന് ഡ്രസ്സ് എടുക്ക്. വേണ്ട സാർ, സാറിന് ഇനിയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതൊരു ബുദ്ധിമുട്ടായി കരുതേണ്ട മറീന. നിങ്ങളുടെ ഒരു ബന്ധു തന്നതാണെന്ന് വിചാരിക്കെ. പിന്നീട് അവർ തർക്കിക്കാൻ നിന്നില്ല. 2 കൈ നീട്ടി 1000-ൻ്റെ ആ നോട്ട് ഭവ്യതയോടെ വാങ്ങി. താങ്ക് യു സാർ. പോകുന്നതിന് മുമ്പ് ഞാൻ വരാം. ആ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. തല കുലുക്കി നാവനക്കാൻ കഴിയുന്നില്ല. മറീന പുറത്തേക്ക് പോയി. ഓഫീസ് ഫോൺ ശബ്ദിച്ചു. വരദേട്ടനായിരുന്നു. വന്നോ ഉദയൻ? ഇല്ല. രാവിലെ ഒരു കാര്യം പറയാൻ വിട്ടു. ഫോർച്യൂൺ ഡെവലപ്പേഴ്സ് എന്നൊരു കൂട്ടരില്ലേ ഇപ്പോൾ ടൗണിനപ്പുറത്ത് ഫ്ലാറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്നവർ? അവരാ കക്ഷികൾ. താനും കേട്ടിരുന്നു ആ പേര്. നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റുകളുടെ പ്രീ ലോഞ്ച് പരസ്യം പത്രത്തിൻ്റെ പകുതി പേജ് നിറഞ്ഞു നിന്നിരുന്നുവെന്നോർത്തു. ഞാൻ നിന്റെ സെൽ നമ്പർ എന്തായാലും ഉദയന് കൊടുത്തില്ല. നേരിട്ട് വരട്ടെ. വരദേട്ടൻ ഫോൺ വെച്ചു. നിമിഷങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്ന് തോന്നിപ്പോകുന്നു. ഫയലുകളിലൊന്നും ശ്രദ്ധ ഊന്നാൻ കഴിയുന്നില്ല. ചേച്ചി. ഹാഫ് ഡോറിനു മുകളിൽ വിജിയുടെ പ്രസന്നമായ മുഖം. ഫയൽ ഒതുക്കി വയ്ക്കുന്നതിനിടയിൽ ഹാഫ് ഡോർ തള്ളി തുറന്ന് അവൾ അകത്തേക്ക് വന്നു. പുതിയ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. തനിക്ക് ഉദയേട്ടൻ കൊണ്ടുവന്നതിൻ്റെ മറ്റൊരു നിറം. ചേച്ചിയോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു ഉദയേട്ടൻ. പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഓഫീസിലേക്കാവും വരവെന്ന് കരുതിയില്ല. ഹാളിലൂടെ പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ തൻ്റെ മുഖത്തേക്കാണെന്ന് കണ്ടു. പരാജയമടഞ്ഞു പോയ ഒരു ചിരി തൻ്റെ മുഖത്തുണ്ടായിരുന്നോ? മുറ്റത്തെ മാവിൻ തണലിൽ ഉദയേട്ടനും മുരളിയും. ഏട്ടത്തിക്ക് വേണ്ടി കണ്ണുകൾ പരതി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഏട്ടന് കഷണ്ടി കയറിയിരിക്കുന്നു. പ്രായവും അവശേഷിക്കുന്ന മുടി നന്നായി കറുപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നിന്നെ കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. കണ്ടയുടനെ വാക്കുകൾ നാവിൽ നിന്ന് ഉതിർന്നു വീണു. പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ല. ഏട്ടൻ എന്നു വന്നു? 2-3 ദിവസമായി. അമ്മയെ ഇന്നലെ കണ്ടിരുന്നു. ഡോക്ടർമാർ എന്തു പറയുന്നു? സ്വരത്തിൽ പ്രകടമായ ഉദ്യോഗം വെറും നാട്യമാണെന്നറിയാം. പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ടെന്നാണ് അഭിപ്രായം. നിസ്സംഗതയോടെ പറഞ്ഞു. പൊടുന്നനെ തങ്ങളുടെ ഇടയിലേക്ക് നിശബ്ദത ഞെട്ടറ്റ് വീണതുപോലെ. കണ്ണൻ വന്നിട്ടില്ലേ? അവനെ ഒരു നോക്ക് കാണാൻ തീവ്രമായി ആശിച്ചിരുന്നു മനസ്സ്. വന്നിട്ടില്ല. വെക്കേഷൻ അല്ലല്ലോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് വന്നത്.
സാധാരണ ഗൾഫിലെ വെക്കേഷൻ അല്ലല്ലോ എന്നോർത്തു. അപ്പോൾ ധൃതി പിടിച്ചുള്ള ഈ വരവിന് പിന്നിൽ എന്താണ് ഇനി പറഞ്ഞു തുടങ്ങേണ്ടതെന്നറിയാതെ ഉദയേട്ടൻ വീർപ്പുമുട്ടുന്നത് കണ്ടു. വിജിയാണ് അതിനൊരറുതി വരുത്തിയത്. ചേച്ചി, ഉദയേട്ടൻ വന്നത് നമ്മുടെ വീടും സ്ഥലവും വിറ്റ് ഓഹരി എല്ലാവർക്കും കൂടി വീതിക്കാനാണ്. ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടാണോ ഏട്ടാ? തൻ്റെ സ്വരത്തിലെ കാർക്കശ്യം ഏട്ടൻ പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തോന്നി. ആ നോട്ടം പതറുന്നതറിഞ്ഞു. അമ്മയുടെ കാലവും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് മതി വിൽക്കലും ഭാഗം വയ്ക്കലുമൊക്കെ. പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. വിജിയുടെ മുഖം കറുത്തു. മുരളി മറ്റെങ്ങോ നോക്കി നിൽക്കുന്നതായി നടിച്ചു. ചേച്ചിക്കത് പറയാം. കണിമംഗലം കയ്യിലിരിക്കുകയല്ലേ, ആവശ്യക്കാരിപ്പോൾ ഞങ്ങളാണ്. നീ പറഞ്ഞിട്ടാണോ ഉദയേട്ടൻ വന്നത്? അവൾക്ക് പെട്ടെന്ന് മറുപടി ഇല്ലാതായി. അതോ രാജി ആവശ്യപ്പെട്ടിട്ടോ? ആരോടൊന്നില്ലാതെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ അമർഷം വിജിയുടെ നേരെ പൊട്ടിയൊഴുകി. മൂവരുടെയും മുഖം പൊടുന്നതിന് വിളറുന്നത് കണ്ടു. നീ കുറേ നാളായി പറഞ്ഞു നടക്കുകയല്ലേ കണിമംഗലം ഞാൻ സ്വന്തമാക്കിയെന്ന്. ഞാൻ ആവശ്യപ്പെടാതെയാണ് അമ്മാമ്മ അതെൻ്റെ പേരിൽ എഴുതി വെച്ചത്. നിനക്കത് വേണോ? എഴുതി തരാൻ 100 വട്ടം എനിക്ക് സമ്മതമാണ്. തൻ്റെ ഒച്ച ഉയർന്നു പോയിരിക്കാം. ഓഫീസിൻ്റെ വരാന്തയിലും മുറ്റത്തുമൊക്കെ ഓരോ ആവശ്യങ്ങൾക്കായി കാത്തുനിന്നവരുടെ നോട്ടം തങ്ങളിലേക്കായി ചുരുങ്ങി വരുന്നു. ആരൊക്കെയോ ഉദയേട്ടനോട് എന്നെത്തി എന്നൊക്കെ ചോദിച്ചു പോകുന്നുണ്ട്. മുരളി പെട്ടെന്ന് ഇടയ്ക്ക് കയറി. ചേച്ചി, വിജി പറഞ്ഞത് കാര്യമാക്കി എടുക്കരുത്. മാധവ് മാമ ഏതോ ആശ്രമത്തിന് എഴുതി കൊടുക്കാനിരുന്ന വസ്തുവാണ് ചേച്ചിക്ക് എഴുതി തന്നത്. ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. ഇതിപ്പോൾ ടോക്കൺ അഡ്വാൻസ് വാങ്ങി എഗ്രിമെൻറ്റും ഒപ്പിട്ട് കഴിഞ്ഞു. ചേച്ചി ഒന്ന് മനസ്സ് വച്ചേ പറ്റൂ. ആവശ്യക്കാരൻ്റെ ഔചിത്യം മുരളിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. തൻ്റെ മൗനം കണ്ടിട്ടാവും അയാൾ തുടർന്നു. വീടാകെ ചിതല് കയറി പൊളിഞ്ഞിരിക്കുകയാണ്. അടച്ചിട്ട മുറികൾ ചേച്ചി കണ്ടിട്ടില്ലല്ലോ. പുതുക്കി പണിയണമെങ്കിൽ ഉദയേട്ടൻ മനസ്സ് വയ്ക്കണം. ഏട്ടനത് പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതേയുള്ളൂ ഒരു വഴി. ഞങ്ങൾക്കും രൂപയ്ക്ക് ആവശ്യമുണ്ട്. വീട്ടിലെ അസൗകര്യങ്ങൾ ചേച്ചിക്ക് അറിയാമല്ലോ. എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കേ. എവിടെ ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒപ്പിട്ട് തരാം. മനസ്സയഞ്ഞു. വേഗം തന്നെ തിരിഞ്ഞു നടന്നു. വിജിയുടെ മുഖം അപ്പോഴും കടന്നൽ കുത്തിയതുപോലെ തന്നെയുണ്ട്. കണിമംഗലത്തോട് ചേർന്ന് കിടന്ന അമ്മയുടെ ഓഹരി വിറ്റ തുകയിൽ നിന്നാണ് അവളുടെ കല്യാണം നടന്നതെന്ന സത്യം അവൾ സൗകര്യപൂർവ്വം മറക്കുന്നു. തൻ്റെ കല്യാണത്തിനായി വാങ്ങിവെച്ചിരുന്ന സ്വർണവും ഒരു തരി പോലും ബാക്കി വയ്ക്കാതെയാണ് രാജി എടുത്തുകൊണ്ടുപോയത്. ആരെങ്കിലും പിന്നിൽ നിന്ന് വിളിക്കുമെന്ന് കരുതി. പകരം വിജിയുടെ വാക്കുകൾ കേട്ട് മനസ്സ് നൊന്തു. ജോലിയുണ്ടെന്നുള്ള നെകളിപ്പാണ് ഏട്ടാ ഒരു പഞ്ചായത്ത് സെക്രട്ടറി. വിജി, മുരളിയുടെ ശാസനയും കേട്ടു. ഉദയേട്ടനെ കുറ്റപ്പെടുത്തിയേ വിജി എന്നും സംസാരിച്ചിട്ടുള്ളൂ. ഒരു കൂടപ്പിറപ്പ് എന്നതിനേക്കാൾ ഉപരി ഒരു ശത്രുവായാണ് ഏട്ടനെ കണ്ടിട്ടുള്ളതും. ഓരോന്ന് കേട്ടിട്ട് അമ്മ പോലും അവളെ ശാസിച്ചിട്ടുണ്ട്. ആ വിജി ഇപ്പോൾ ഉദയേട്ടൻ്റെ ഭാഗത്തായിരിക്കുന്നു. രാത്രി വരദേട്ടൻ വിളിച്ചു. വിവരങ്ങളൊക്കെ ഒന്നൊഴിയാതെ പറഞ്ഞു. വലിയൊരു കീറാമുട്ടയുണ്ട് ജയ. എന്താണ്? രാജിയുടെ കാര്യം വാങ്ങാൻ വന്നവരോട് മിണ്ടിയിട്ടില്ല ഉദയനും മുരളിയും. ആ ഫ്രോഡ് മനോഹരനില്ലേ, അവൻ പറഞ്ഞു പോലും മിണ്ടണ്ടെന്ന്. ഉദയന് 2 ആഴ്ചക്കകം പോവുകയും വേണം. ഇതിനിടയിൽ രാജി അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ സമയമില്ല പോലും. അപ്പോൾ അവളുടെ ഓഹരി അത് ഏതെങ്കിലും ബാങ്കിലിടാമെന്ന് വിശ്വസിക്കാനാകുന്നില്ല. ഉദയേട്ടൻ രാജിയോട് നീതി പുലർത്താൻ പോകുന്നില്ലെന്ന് മനസ്സ് പറയുന്നു. പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ഈ സംരംഭം തടയാൻ ഈശ്വരനായി മുന്നിൽ കാണിച്ചു തന്ന മാർഗം. വരദേട്ട, ആ ഫോർച്യൂൺകാരെ ഏട്ടന് പരിചയമുണ്ടോ? പിന്നെ ഇന്നലെ അവരും കൂടിയല്ലേ എന്നെ കാണാൻ വന്നത്. ഫ്ലാറ്റ് കെട്ടണമെങ്കിൽ എൻ്റെ സഹായം വേണ്ടി വരുമല്ലോ. അതിന് പരിചയപ്പെടുത്താൻ കൂട്ടിക്കൊണ്ടു വന്നതുമാണ്. ബന്ധുത്വവും പറഞ്ഞ്. രാജിയുടെ കാര്യം ഏട്ടൻ അവരെ അറിയിക്കണം. ആ പാവങ്ങളെ വെറുതെ എന്തിനാ പുലിവാല് പിടിപ്പിക്കുന്നത്? രാജി എങ്ങാനും ഈ വിൽപ്പനയെക്കുറിച്ചറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ബാങ്കിലിട്ട് കൊടുക്കാമെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കേണ്ട. എനിക്കറിയാം കുട്ടി. മനോയും നിർമ്മലയും ഒക്കെയല്ലേ ആളുകൾ. ഉദയേട്ടനെയും അവർ ചതിക്കും. ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളം തണുത്തു. പ്രാധാന്യം നടക്കണമെങ്കിൽ രാജി വരേണ്ടി വരും. അവൾ എവിടെയാണെന്ന് കൂടി ആർക്കും അറിയില്ല. മാധവ് മാമ കുറേ അന്വേഷിച്ചതാണ്. സൈമൺ നടത്തിക്കൊണ്ടിരുന്ന കമ്പ്യൂട്ടർ സെൻറ്റർ ഇപ്പോൾ മറ്റൊരാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സൈമണിൻ്റെ ബന്ധുക്കളിൽ ഒരാൾ പോലും സ്ഥലത്തില്ല. രാജിയെക്കുറിച്ചുള്ള ഓർമ്മ എന്നും ഒരു തീരാവേദനയാണ്. 6-7 വർഷങ്ങൾ കൊണ്ട് അവൾ ഏത് പരുവത്തിലെത്തിയിരിക്കും?
യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴൊക്കെ ആൾക്കൂട്ടത്തിൽ ആ മുഖത്തിനായി പരതിയിട്ടുണ്ട്. ജയേച്ചി എന്നും വിളിച്ച് എപ്പോഴെങ്കിലും അവൾ ഓടിക്കയറി വന്നേക്കുമെന്ന് വെറുതെ മോഹിച്ചതും താൻ തന്നെയാണ്. നിർമ്മലേട്ടത്തിയുടെ പ്രലോഭനങ്ങളിൽ വീണ് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുള്ളതുമൊക്കെ എന്നെ മറന്നു. എവിടെയായാലും സുഖമായിരിക്കണേ എന്നായിരുന്നു ഇപ്പോഴത്തെ പ്രാർത്ഥന. താൻ കാരണം വഴിപിരിഞ്ഞു പോയൊരു കുഞ്ഞാടായിരിക്കുന്നു തൻ്റെ രാജി. കണ്ണുനീർ വീണ തലയണ നനഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ ജാനുവമ്മയാണ് ഉണർത്തിയത്. കുഞ്ഞെ, ഇന്ന് ഓഫീസില്ലേ? വേഗം തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ദിനകൃത്യങ്ങൾ ഓരോന്നായി ചെയ്തു തീർക്കുമ്പോഴും ഫോർച്യൂൺകാരായിരുന്നു മനസ്സിൽ. ഇന്ന് രണ്ടിലൊന്നറിയാം. ഉച്ചയാകുന്നതിന് മുമ്പ് വരതേട്ടൻ്റെ കുറിപ്പുമായി ദൂതൻ വന്നു. അത്യാവശ്യമായി ജയ മുറിയിലേക്കൊന്ന് വരണം. ഒരൊറ്റ വാചകം മാത്രം. ഹൃദയം അടക്കി പിടിച്ചാണ് വരാന്തയിലേക്ക് ചെന്നത്. അതിൻ്റെ അറ്റത്ത് ഒരു വശത്തായാണ് പ്രസിഡന്റിൻ്റെ മുറി. അവിടെ വെച്ച് തന്നെ വാർഡ് മെമ്പർമാരുടെ യോഗവും കൂടാറുണ്ട്. ഹാളിൻ്റെ വാതിൽ കടന്നപ്പോഴേ കണ്ടു മാവിൻ തണലിൽ ഒരു കറുത്ത ഇന്നോവ കാർ. മുൻവശത്തെ മിററിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട ലിഖിതവും കണ്ണിൽപ്പെട്ടു. ഫോർച്യൂൺ ഡെവലപ്പേഴ്സ്. ഹൃദയമിടിപ്പിന് വേഗതയേറുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഗൗരവത്തിൻ്റെ മുഖപടവും എടുത്തണിഞ്ഞാണ് ഹാഫ് ഡോർ തള്ളി തുറന്നത്. വിശാലമായ ടേബിളിന് മുന്നിൽ വരതേട്ടന് അഭിമുഖമായി രണ്ടുപേർ. വരൂ ജയ. ഏട്ടൻ്റെ മുഖത്തെ കൃത്രിമമായ പുഞ്ചിരി ഏറ്റുവാങ്ങി. അടുത്തു ചെല്ലുന്നതിനിടയിൽ രണ്ടുപേരെയും ശ്രദ്ധിച്ചു. പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായി രണ്ട് ചെറുപ്പക്കാർ. ഇരുത്തം വരാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ജയ ഇരിക്കൂ. വരതേട്ടനിൽ നിന്നും നിർദ്ദേശമുണ്ടായി. സൈഡ് സീറ്റിലിരുന്നു. ഇവരാണ് ഫോർച്യൂൺ ഡെവലപ്പേഴ്സിൻ്റെ ജീവനാഡികൾ. ഏട്ടൻ പരിചയപ്പെടുത്തി. ഇത് നിതിൻ മോഹൻ, ഇത് ശ്രീഹരി. ഞങ്ങൾ മിനിഞ്ഞാന്ന് മാഡത്തിൻ്റെ വീട്ടിൽ വന്നിരുന്നു. അഭിവാദ്യം ചെയ്തതിനു ശേഷം തൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആൾ പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഒറ്റ വാക്കിൽ ഒതുക്കിയ ഉത്തരം. പ്രസിഡന്റ് സാർ ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞപ്പോഴാണ് മാഡത്തിനൊരു സിസ്റ്റർ കൂടിയുണ്ടെന്നറിയുന്നത്. ശ്രീഹരിയുടെ ഊഴം. ഉദയേട്ടൻ പറഞ്ഞിരുന്നില്ലേ? തികച്ചും നിഷ്കളങ്ക ഭാവത്തിലായിരുന്നു തൻ്റെ ചോദ്യം. ഇല്ല, ശരിക്കും ഒരു ചീറ്റിംഗ് ആണ് നടന്നത്. പ്രസിഡന്റ് സാർ രക്ഷിച്ചു. അവരിരുവരും നന്ദിപൂർവ്വം വരതേട്ടനെ നോക്കി. ഇനി ഞാനാണിത് പറഞ്ഞതെന്ന് അവരോട് പറയാൻ നിൽക്കണ്ട. ഒന്നുമില്ലെങ്കിലും മുരളി കുറേ വോട്ട് പിടിച്ചു തരുന്നതാണ്. ഏട്ടൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഒരിക്കലും അത് ഉണ്ടാവില്ല സർ. നേരായ മാർഗമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുവരെ എത്തിയതും നിതിൻ മോഹൻ പറഞ്ഞു. എന്തായാലും നിങ്ങൾ വേറൊരു സ്ഥലം കണ്ടുപിടിക്ക്. ഈ പഞ്ചായത്തിൽ തന്നെ. എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ഇപ്പോഴേ വാഗ്ദാനം ചെയ്യുന്നു. പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിൽ പേപ്പേഴ്സ് നീങ്ങാൻ ഇവളും സഹായിക്കും. അല്ലേ ജയ? ചിരിച്ചെന്ന് വരുത്തി എഴുന്നേൽക്കുന്നതിനിടയിൽ വരതേട്ടൻ്റെ ചോദ്യം കേട്ടു. ടോക്കൺ അഡ്വാൻസ് എത്രയായിരുന്നു? 1,00,000. എഴുത്ത് പെട്ടെന്ന് നടക്കുന്നത് കൊണ്ടാണ് അതും സമ്മതിച്ചത്. പുരയിടം വൃത്തിയാക്കി അളവിനു മുമ്പ് തരണമെന്നാ കരാർ. എന്നാൽ പിന്നെ രാവിലെ തന്നെ ചെന്ന് ആ പൈസ തിരികെ വാങ്ങാൻ നോക്ക്. ശരി സർ. പൊല്ലാപ്പ് അതോടെ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന് കരുതി. എന്നിട്ട് ഉള്ളിൽ ആശങ്ക ഉണരാതിരുന്നില്ല. ഉദയേട്ടനോ മുരളിയോ ഏത് നിമിഷവും കയറി വന്നേക്കാം. തന്നെ കുറ്റപ്പെടുത്തിയേക്കാം. 2 ദിവസം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കടന്നുപോയി. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്മയെ കുളിപ്പിക്കാനായി ശ്രമം. അകത്തെ കുളിമുറിയിൽ 2 പേർക്ക് നിന്ന് അമ്മയെ കുളിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പുറത്തേക്കിരുത്തിയാൽ ജാനുവമ്മയെ കൊണ്ട് മാത്രം കഴിയുകയുമില്ല. ലക്ഷ്യമില്ലാതെ എഴുന്നേറ്റ് നടന്നു കളയും. അതുകൊണ്ട് കിണറിനടുത്ത് കുറച്ചു മാറി സ്റ്റൂളിട്ടിരുത്തി ജാനുവമ്മയ്ക്ക് സഹായിയായി നിന്നു. കുളി കഴിഞ്ഞ് നൈറ്റ് ധരിപ്പിച്ച് തല തുവർത്തുകയായിരുന്നു. സെറ്റും മുണ്ടും എന്നീ ഒഴിവാക്കേണ്ടി വന്നു. എല്ലാം വലിച്ച് പറിച്ചു കളയും. അകത്ത് കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ടു. നോക്കിയേ ആരാണെന്ന് തല തുവർത്തുന്നതിനിടയിൽ പറഞ്ഞു. പൂമുഖത്തേക്ക് പോയ ജാനുവമ്മ അതേ വേഗത്തിൽ തിരിച്ചു വന്നു. കുഞ്ഞിനെ കാണാൻ 2 പേർ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് വീടും സ്ഥലവും നോക്കാൻ വന്നവരാണെന്നാ. ഉള്ളിലാകെ കുഴമറിയായി. ഇവരെന്താവും പിന്നെയും? അമ്മയെ അകത്തേക്ക് കൊണ്ടുപോവാ ജാനുവമ്മേ. ധരിച്ചിരുന്ന നൈറ്റി വെള്ളം തെറിച്ചു വീണ് നനഞ്ഞിട്ടുണ്ട്. രാവിലെ കുളി കഴിഞ്ഞെടുത്തിട്ടതാണ്. ഇനി മാറ്റാനൊന്നും സമയമില്ല. ഉണങ്ങാനായി വിതിർത്തിട്ട തലമുടി വാരിക്കെട്ടി പൂമുഖത്തേക്ക് ചെന്നു. 2 പേരും ഭവ്യതയോടെ തൊഴുതു. പ്രത്യഭിവാദം ചെയ്യാതിരിക്കാനായില്ല. ഇരിക്കെ. മാഡം, ഞങ്ങൾ വന്നത് ഇളയ സിസ്റ്ററിൻ്റെ മേൽവിലാസം കിട്ടുമോ എന്നറിയാനാണ്. ഇരിക്കുന്നതിനിടയിൽ ശ്രീഹരിയാണ് ആവശ്യം പറഞ്ഞത്. മനസ്സ് പൊടുന്നനെ പ്രക്ഷുബ്ധമായി. എനിക്കറിയില്ല. അർത്ഥമുറിച്ചായിരുന്നു തൻ്റെ ഉത്തരം. 2 പേരും ഒന്ന് പരിങ്ങിയെന്ന് തോന്നുന്നു.
പിന്നീട് എന്താണ് പറയേണ്ടതെന്നറിയാതെ പരസ്പരം നോക്കുന്നത് കണ്ടു. നിങ്ങളോട് പറഞ്ഞതല്ലേ വേറെ സ്ഥലം നോക്കാൻ, എന്നിട്ടും എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നു? എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ സ്ഥലമാണ് മാഡം. ടൗണിൽ നിന്നും അധികം ദൂരമില്ല. റോഡിനോട് ചേർന്നുള്ള ഫ്രണ്ടേജ് കൂടുതലുണ്ട്. ഒരു വലിയ പ്രോജക്റ്റാണ് ഞങ്ങൾ ഭാവന ചെയ്യുന്നത്. അതിന് ഞാനെന്ത് വേണം? കാണാതായ അനിയത്തിയെ കണ്ടുപിടിച്ച് തരാൻ ഈ സ്ഥലം കാട്ടിത്തന്നവരോട് ചെന്ന് പറയേ. മോളെ, പിന്നിൽ നിന്നും ജാനു അമ്മ തോണ്ടി. രേവു ഉള്ളിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. എൻ്റെ കയ്യും തട്ടി ഇതേ പോകുന്നു. ജാനു അമ്മ വെപ്രാളപ്പെട്ടു. ജനലഴികളിലൂടെ കണ്ടു അമ്മ ഗേറ്റിന് നേരെ നടക്കുകയാണ്. വേഗം പരിസരം മറന്ന് അമ്മയ്ക്കരികിലേക്കോടി. പിടിച്ചു നിർത്താനേ കഴിയുമായിരുന്നുള്ളൂ. മടങ്ങി വരാൻ അമ്മ കൂട്ടാക്കുന്നില്ല. മുടി ഇതിനിടയിൽ കെട്ടഴിഞ്ഞു വീണു. എക്സ്ക്യൂസ് മീ മാഡം, എന്താ പറ്റിയത്? പിന്നിൽ ശ്രീഹരി. അമ്മയാണ്, കുറച്ച് മെൻ്റൽ ഡിപ്രഷനുണ്ട്. പറഞ്ഞു വന്നപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞു. അപരിചിതരെ പെട്ടെന്ന് കണ്ടപ്പോൾ അമ്മയുടെ ഭാവം മാറി. കുമാരേട്ടൻ വന്നോ? ശ്രീഹരിയുടെ കൈകളിൽ പിടിച്ചായിരുന്നു ചോദ്യം. വന്നല്ലോ. അമ്മ വാ, നമുക്കകത്തിരിക്കാം. ശ്രീഹരി അമ്മയെ പതിയെ പൂമുഖത്തേക്ക് പിടിച്ചു നടത്തി. ഒരപരിചിതത്വവും അയാളുടെ സമീപനത്തിൽ പ്രകടമായിരുന്നില്ലെന്ന് കണ്ണീരിനിടയിലൂടെ കണ്ടു. നിന്നിടത്ത് തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ആരാണ് കുമാരേട്ടൻ? നിതിൻ ചോദിക്കുന്നത് കേട്ടു. ഇവരുടെ അച്ഛൻ. ഉമ്മറത്തിരിക്കുന്ന ആ വലിയ ഫോട്ടോ ഇല്ലേ, അദ്ദേഹത്തിൻ്റെയാ. ജാനു അമ്മ മറുപടി പറയുന്നു. കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ ചാലുകൾ പുറം കൈകൊണ്ട് തുടച്ച് അമ്മയ്ക്കരികിലേക്ക് നടന്നു. തികച്ചും യാന്ത്രികമായി. അകത്ത സെറ്റിയിൽ ശ്രീഹരിയോട് ചേർന്നിരിക്കുകയാണ് അമ്മ. ആ മുഖത്ത് പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ല. പണ്ടേ ഇങ്ങനെയാണോ? ശ്രീഹരി തലയുയർത്തി. ഇല്ല, അച്ഛൻ്റെ മരണത്തോടെയാണ് ഈ മാറ്റം. ട്രീറ്റ്മെൻറ്റ്? ഉവ്, ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു. ഇങ്ങനെയൊരു ടെൻഡൻസി ഉള്ളപ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ഇവിടെ നിങ്ങളെ കൂടാതെ വേറെ ആരും ഇല്ല. അയാൾ പിന്നെയൊന്നും മിണ്ടിയില്ല. നിതിൻ വാതിൽക്കൽ വന്നു നിന്നു. പോകാം. ശ്രീഹരി എഴുന്നേറ്റു. വാതിലടച്ചോളൂ മാഡം. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ വാതിൽക്കലേക്ക് നടക്കുന്നത് കണ്ടു. അമ്മയും ഒപ്പം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വേഗം ചെന്ന് പിടിച്ചിരുത്തി. ശ്രീഹരി ഒന്ന് തിരിഞ്ഞു നോക്കി ഇറങ്ങിപ്പോയി. മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. താൻ ആവശ്യമില്ലാതെ അവരോട് തട്ടിക്കയറിയുന്ന ഒരു തോന്നൽ ഉള്ളിൽ രൂഢമാവുകയാണ്. അന്ന് ഉച്ചതിരിഞ്ഞ് സുമയെ വിളിച്ചു. അവളുടെ ഫോൺ വരുന്ന ദിവസം അതേവരെ നടന്നത് ഒന്നൊഴിയാതെ പറയുന്ന പതിവുണ്ടായിരുന്നു. മനസ്സിന് കുറച്ചൊരു ലാഘവം കിട്ടുന്നത് ആ നിമിഷങ്ങളിലാണ്. നീ നിന്റെ അധികാരത്തിന്റെ പടവാളാണോ സെക്രട്ടറി അവരുടെ നേരെ വീശിയത്? അവൾ പതിവ് ശൈലിയിൽ തന്നെ തുടങ്ങി. ഇവിടെ പടവാളൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ സുമ. ശല്യങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല. ആവശ്യക്കാരന് ഔചിത്യമുണ്ടാവില്ലെന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അനുഭവിച്ചറിയുന്നു. രക്തം കുടിച്ചു തീർന്നാലും പിടിവിടാത്ത ചില അട്ടകളില്ലേ, അതുപോലെ. അതൊക്കെ പോകട്ടെ. കുടുംബവും കുട്ടികളുമൊക്കെയായി കഴിയുന്ന പ്രാരാബ്ധക്കാരാണോ രണ്ടുപേരും? ഞാൻ അന്വേഷിച്ചില്ല. അവരുടെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽക്കുള്ള ചോദ്യമാണ്. നീ ചൂടാകാതെ ജയ. ആ ശ്രീഹരി ഇത്തിരി മനുഷ്യപ്പറ്റുള്ളവനാണെന്ന് മനസ്സ് പറയുന്നു. അയാൾക്ക് അപ്പർ പ്രൈമറി തലത്തിൽ പഠിക്കുന്ന മക്കളുണ്ടാവും പ്രായം കണ്ടിട്ട്. കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു. ഇല്ലെങ്കിൽ അവൾ അതിൽ പിടിച്ച് കയറാൻ തുടങ്ങും. ശു, ആ പ്രതീക്ഷയും പോയി. ഒരു കല്യാണം മണത്ത് വന്നതാണ്. നീ വേറെ വല്ലതും പറയേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അഥവാ ഈ വിൽപ്പന നടന്നാൽ നീ രൂപ ബാങ്കിലിട്ടേക്കണം. അല്ലാതെ ഒരു പൈസ പോലും ആർക്കും കടം കൊടുക്കരുത്. അതിന് വിറ്റിട്ട് വേണ്ടേ? അതൊക്കെ നടക്കും. ഞാൻ ബാങ്കിലിടാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? പറയ്. എൻ്റെ ഷാന് നീ കനത്തൊരു തുക സ്ത്രീധനമായി തരേണ്ടി വരും നിന്റെ മോളെ കല്യാണം കഴിക്കാൻ. അവൾ പിന്നെയും പറഞ്ഞു വരുന്നത് എവിടേക്കാണെന്ന് മനസ്സിലായി. ഫോൺ കട്ട് ചെയ്തു. അവൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഒരുച്ച നേരത്ത് യാത്ര ചെയ്ത് തളർന്ന അവശയായി രാജി വന്നു കയറി. ഒപ്പം 3 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും. തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ആ വരവ്. ആകെ കോലം കെട്ടിരുന്നു രാജി. പഴയ ആ ചൊടിയും പ്രസരിപ്പുമൊക്കെ എന്നു കണ്ടു മറന്നതുപോലെ. ആദ്യത്തെ തരിപ്പൊന്നടങ്ങിയപ്പോൾ നാവിന് ജീവൻ വെച്ചു. നീ തനിച്ചല്ല, ഇച്ചായനും വന്നിട്ടുണ്ട്. മറുപടി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ കസേരയിൽ നിശ്ചലമായിരുന്ന അമ്മയുടെ നേർക്കായിരുന്നു. പുറത്തെ വാതിലിനടുത്ത് ചെന്ന് നോക്കി. മുറ്റം ശൂന്യമാണ്. അമ്മേ. ഒരു നിലവിളിയോടെ രാജി അമ്മയുടെ കാൽക്കൽ ചെന്ന് വീണു. അപ്രതീക്ഷിതമായ ആ കാഴ്ച കണ്ട് കുട്ടിയും നിലവിളിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് രാജി പിന്നെയും കരഞ്ഞു. അമ്മയുടെ നോട്ടം തൻ്റെയും ജാനു അമ്മയുടെയും മുഖത്തേക്ക് മാറി മാറി വീണു.
ഇടയ്ക്ക് ജാനു അമ്മ കൊടുക്കുന്ന ചോറിൻ്റെ ഉരുള കയ്യിൽ വാങ്ങി കഴിക്കാൻ മറന്ന് നിശ്ചലം ഇരിക്കുകയും ചെയ്തു. രാജിയെ അമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല, ഇനി അറിയാനും പോകുന്നില്ല. അവളെല്ലാം ഇട്ടെറിഞ്ഞു പോകുമ്പോൾ അമ്മയുടെ മനോനിലയ്ക്ക് ഒരു തകരാറും ഉണ്ടായിരുന്നില്ലല്ലോ എന്നോർത്തു. അമ്മേ, അമ്മയുടെ രാജിയാണമ്മേ, എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അവൾ അമ്മയുടെ കൈകളിൽ പിടിച്ചുലച്ചുകൊണ്ട് വിലപിക്കുകയാണ്. രാജി, നീ എഴുന്നേൽക്ക്. അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല. ഈ ലോകത്തൊന്നുമല്ല നമ്മുടെ അമ്മ. പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കാരണമാണ് എല്ലാം. അവൾ തലക്കടിക്കാൻ തുടങ്ങി. നിർത്ത്, നീ ഈ കുഞ്ഞിനെ കൂടി വിഷമിപ്പിക്കാതെ. എഴുന്നേറ്റ് വല്ലതും കഴിക്കാൻ നോക്ക്. ഒന്നും വേണ്ട, ഉദയേട്ടൻ ഊണ് വാങ്ങിത്തന്നു. കരച്ചിലിനിടയിൽ വാക്കുകൾ വഴുതി വീണു. അതൊരു പുതിയ അറിവായി. ഏട്ടൻ നിന്നെ അന്വേഷിച്ചു വന്നോ? ഏട്ടനല്ല വന്നത്, മുരളിയേട്ടനും വേറെ ഒരാളും. എനിക്ക് തോന്നുന്നത് സ്ഥലം വാങ്ങാൻ വന്ന ആളെന്ന, ഒരു ശ്രീഹരി. ആ അന്വേഷണത്തെക്കുറിച്ച് താൻ അറിഞ്ഞിരുന്നില്ല. സൈമൺ എവിടെ? നന്ദനത്തിലുണ്ട്. ഏട്ടൻ്റെ വീട്ടുപേരായിരുന്നു അത്. പിന്നീട് തനിക്ക് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് സംഭവിക്കാൻ പോകുന്നു. അടുത്ത ഭാഗം നാളെ.